എല്ലാവർക്കും നമസ്കാരം. ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒന്ന്, നോട്ടിഫിക്കേഷൻ നമ്പർ 08/2024 എന്ന് മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റും? നമ്മുടെ 2025 ജനുവരി 23 മുതൽ അപ്ലൈ ചെയ്യാം എന്നുവരെ 2025 ഫെബ്രുവരി 22 വരെ. ഓക്കെ, അപ്പം ഒരുപാട് വിവരങ്ങൾക്ക് അറിയാനുണ്ട്. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയായിരിക്കും, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് വ്യക്തമായ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് ഏജ് ലിമിറ്റ്. 18 മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. കേരള PSC കണക്ക് തന്നെ OBCക്കും SC/STക്കൊക്കെ എന്താണ് അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. എത്രയാണ് വേക്കൻസി? 32,000-ഓളം വേക്കൻസി ഉണ്ടായിരിക്കും. RRB എക്സാമുകൾ ഇപ്പോൾ ഇയർലി നടത്താൻ അല്ലെങ്കിൽ 2 വർഷം കൂടി നടത്താനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി റെയിൽവേയുടെ കുറേ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം 2 വർഷം കൂടുമ്പോൾ ഉള്ള വേക്കൻസിയാണ് ഈ പറഞ്ഞേക്കുന്നത് 32,000-ഓളം. എക്സാമിൻ്റെ രീതി എങ്ങനെയാണ്? ഒരൊറ്റ എക്സാമേ ഉള്ളൂ. എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് മാറിക്കാണും. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വരെയാണ്. എന്ന് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും? 2025 ജനുവരി മാസം 23 നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. എന്നുവരെ ഫെബ്രുവരി മാസം 22 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം? 32,000 പേരാണ് വേക്കൻസി ഉള്ളത്. ആ 32,000-ൽ ഒരു ജോലി നമുക്ക് എങ്ങനെ കിട്ടും? മാസ്റ്റർക്ക് അക്കാഡമി ഇതിൻ്റെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ ഫീസ് മാത്രം വാങ്ങിക്കൊണ്ട്. കാര്യം ഓൾറെഡി RRB NTPC ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുമായി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു ഫീസ് മാത്രം മതി. സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം. നമുക്കറിയാം GK ഉണ്ടായിരിക്കും, കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരിക്കും, മാത്സും റീസണിങ് എല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ജനറൽ സയൻസിനകത്ത് ആറ്റമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ആപ്പിനകത്ത് മാസ്റ്റർക്ക് ഇത് ലേണിംഗ് ആപ്പിനകത്ത് ആറ്റം എന്ന ഭാഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും. ഒപ്പം പ്രിൻ്റബിൾ ഫോമിലുള്ള നോട്ട് ഉണ്ടായിരിക്കും. ഒപ്പം എക്സാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുക. ശേഷം എന്ത് ചെയ്യുക? ആ ആദ്യം ചെയ്യേണ്ട പ്രിൻ്റബിൾ ഫോമിലുള്ള ആ നോട്ട് അങ്ങ് പ്രിൻ്റ് എടുക്കുക. എടുത്തിട്ട് ആ പ്രിൻ്റൊക്കെ നിങ്ങളുടെ കൈ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുക. വീഡിയോ ഓൺ ചെയ്യുക, പഠിക്കുക. ടീച്ചർമാർ പഠിപ്പിക്കുമ്പം ഓരോ പോയിന്റും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കുക. എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് പറഞ്ഞാൽ എഴുതി വെക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക. നന്നായി പഠിക്കുക. ശേഷം എന്ത് ചെയ്യുക? പഠിച്ചതിന് ശേഷം തൊട്ട് താഴെയുള്ള എക്സാം എഴുതുക. എന്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും? ഓരോ ടോപ്പിക്കിൻ്റെയും വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കാം. നിങ്ങൾക്ക് വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടി പ്രിൻ്റബിൾ ഫോമുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ എക്സാം ഉണ്ടായിരിക്കും. ഓക്കെ, RRB NTPC പോലെ ഗ്രൂപ്പ് ഡിയിലും ഒരു വലിയ വിജയം മാസ്റ്റർക്ക് അക്കാഡമി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ഫീസ് മാത്രം അടച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാസ്റ്റർക്ക് അക്കാഡമിയുടെ ഗ്രൂപ്പ് ഡി കോഴ്സ് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.